എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ തനി നാടൻ മുട്ടക്കറിയാണ്. നല്ല സ്വാദാണ് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിക്കാനായിട്ട്. അതുപോലെ ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പവുമാണ്. ആദ്യമായിട്ട് പാചകം ചെയ്യുന്ന കൂട്ടുകാർക്ക് വരെ വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അപ്പോൾ നോക്കാം എങ്ങനെയാണ് വളരെ സ്വാദേറിയ സിമ്പിൾ മുട്ടക്കറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് മുട്ടക്കറിയുടെ പാചകം തുടങ്ങാം. ഇതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴേക്കും കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ചേർക്കണം. 2-3 ചെറിയ കറുവപ്പട്ട, 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം, 4 ഏലക്ക ചതച്ചത്, 3 ഗ്രാമ്പുവാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ചൂടായ എണ്ണയിലേക്ക് ഒരു ബേ ലീഫ് ആദ്യമേ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ എടുത്തിട്ടുള്ള മസാലകൾ ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. മസാലകൾ നല്ലപോലെ മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി കട്ട് ചെയ്തതും 10 അല്ലി വെളുത്തുള്ളിയും 3 സവാള വളരെ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും എരിവിനാവശ്യമായ 3 പച്ചമുളകുമാണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ഇപ്പോൾ മസാലകളൊക്കെ നല്ലവണ്ണം തന്നെ മൂപ്പായി വന്നിട്ടുണ്ട്. ആദ്യമേ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയായി കട്ട് ചെയ്തത് ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ വാടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് സവാളയും പച്ചമുളകും കട്ട് ചെയ്തത് ചേർക്കാം. ഇനി ഇതെല്ലാം കൂട്ടി ചേർത്ത് നല്ല പോലെ തന്നെ ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ എളുപ്പത്തിൽ തന്നെ വാടി കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഉപ്പും ചേർത്ത് സവാള ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ സവാള പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാനായിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം. 2 മിനിറ്റ് നേരം ചെറിയ തീയിൽ മൂടി വെച്ച സവാള നമുക്ക് വീണ്ടും ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വാടി തുടങ്ങിയാൽ പിന്നെ നമുക്കിതിലേക്ക് 2 തക്കാളി ഒന്ന് കട്ട് ചെയ്തത് ചേർക്കാം. അങ്ങനെ നമ്മുടെ സവാള ഇതുപോലെ സോഫ്റ്റ് ആയിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള തക്കാളിയാണ് ചേർക്കേണ്ടത്. തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടും. ഇനി ഉടഞ്ഞു വരാത്ത തക്കാളി കഷ്ണങ്ങളെ നമുക്കൊന്ന് ഉടച്ചുകൂടെ കൊടുക്കണം. വീണ്ടും ഒന്നുകൂടെ മൂടിയടച്ച് വേവിച്ചെടുക്കാം. സവാളയും തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് വാടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ സമയത്തൊക്കെയും ഞാൻ ചെറിയ തീയിൽ വെച്ചിട്ടാണ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഫുൾ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് കഷ്ണങ്ങളൊക്കെ ഒന്നുകൂടെ നല്ലവണ്ണം തന്നെ നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിയെല്ലാം നല്ലവണ്ണം തന്നെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലൊരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് പൊടികളാണ് ചേർക്കേണ്ടത്. ആദ്യമേ 1/4 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടിയുടെ കൂടെ തന്നെ നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവില് എരിവെള്ളം മുളക് പൊടിയും 1 ടീസ്പൂൺ അളവില് ചിക്കൻ മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ അളവില് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നല്ലവണ്ണം ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്ത് തന്നെ നമുക്ക് ഈ മസാലപ്പൊടികളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളൊക്കെ ചേർത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. മൂടി വെച്ച് കൊടുക്കുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് വേണം മൂടി വെച്ച് കൊടുക്കാനായിട്ടും. ഇനി 2 മിനിറ്റ് നേരം കഴിഞ്ഞ് വീണ്ടും മൂടി തുറന്ന് ഒന്നുകൂടി അടിച്ചേർത്തിളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയെല്ലാം നല്ലതുപോലെ വെന്ത് നല്ല സോഫ്റ്റ് പരുവത്തിലേക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ഇനി വീണ്ടും മൂടി അടച്ച് തന്നെ വെച്ചു കൊടുക്കാം. കറിയുടെ എണ്ണയെല്ലാം തെളിഞ്ഞു വരുന്നത് വരെയാണ് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കേണ്ടത്. ഈ ഒരു സമയത്ത് കറിയിലേക്ക് ചേർക്കാനുള്ള 6 മുട്ട ഞാനിവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. 3 മിനിറ്റും കൂടെ മൂടി വെച്ച കറി വീണ്ടും മൂടി തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഗ്രേവി ഇതുപോലെയാണ് ആയി വന്നിട്ടുള്ളത്. ഈ ഒരു സമയത്ത് നമ്മുടെ കറിയുടെ ടേസ്റ്റ് കൂട്ടുന്നതിനായിട്ട് 1/4 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് അങ്ങ് ഒഴിവാക്കാവുന്നതാണ്. അതിനുശേഷം പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ട ചേർക്കാം. മുട്ട ചേർത്ത് കഴിഞ്ഞാൽ മസാലയിലിട്ട് ഒന്നും കൂടെ നമുക്ക് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരം ചെറിയ തീയിലേക്ക് മാറ്റി നമുക്കൊന്ന് മൂടിയും കൂടി വെച്ച് കൊടുക്കണം. അങ്ങനെ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ വളരെ രുചികരമായിട്ടുള്ള തനി നാടൻ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മുട്ടക്കറിയിലേക്ക് 1/4 ടീസ്പൂൺ അളവിലെ ഗരം മസാലപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു സമയത്ത് കുറച്ച് പച്ചവെളിച്ചെണ്ണ കൂടി ഒഴിക്കുവാണെങ്കിൽ കറിക്ക് ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയുള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കണേ. അതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നമ്മുടെ പേജ് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.